ഹലോ. ഹലോ. എന്തുവാടോ? എന്ത്? എന്തുവാന്നാ ചോദിച്ചേ? ഒന്നുമില്ലടോ. ഒന്നുമില്ലേ? എങ്കിൽ പിന്നെ കട്ട് ചെയ്യട്ടെ. വേണ്ട വേണ്ട. അല്ല, ഒന്നുമില്ല, വെറുതെ വിളിച്ചു നോക്കിയതാ. അതെ, ഓയ്, എനിക്കൊരു ആഗ്രഹം നടത്തി തരോ? എന്നതാ എൻ്റെ ആഗ്രഹം? എനിക്കേ എനക്ക് നിങ്ങളെ കാണാനൊരു പൂതി. എന്തു പറ്റി ഇപ്പൊ പെട്ടെന്നൊരു പൂതി വരാന്? അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടാവും. ഏയ്, ഉണ്ട്. അതൊന്നും എന്നോട് ചോദിക്കണ്ട. എന്തോന്നുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ പറയില്ല. എന്താന്നറിയില്ല. എന്തെങ്കിലും കുരുത്തക്കേടായിരിക്കും, അല്ലാണ്ടൊന്നുമില്ല. ഒന്ന് നന്നായിട്ട് ചിന്തിച്ചു നോക്കിയേ. ഒന്ന് ചിന്തിക്കടോ. എന്റെ കാക്കോയി, ഓയ്, എനിക്ക് നിങ്ങളെ കാണാൻ പൂതിയായിട്ടാന്നേ. അതാണോ? ആന്ന്. എനിക്കതിൽ ചെറിയൊരു സംശയം ഇല്ലാതില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാ. നിങ്ങക്ക് എന്നെ കാണാൻ പൂതിയൊന്നും ഉണ്ടാവൂല. ഞാൻ ഇന്ന് കണ്ടോണ്ടിരിക്കല്ലയോ എവിടെ? ഫോണില്. ഫോണിൽ മാത്രം കണ്ടാ മതിയോ? അത് പോരെ? അത് പോരല്ലോ. എനക്കങ്ങനെ പോരെങ്കിൽ ഇപ്പൊ ഞാൻ എന്താക്കാന്? എനിക്കതൊന്നും പോരാ. എങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു ക്യാമറ വെക്കാം. എന്ത് കാക്കോയി? അപ്പൊ പിന്നെ എപ്പോഴും നേരിട്ട് കണ്ടോണ്ടിരിക്കാം. കാണണം. നേരിട്ട് കാണുന്ന കാര്യോ അപ്പൊ നടക്കൂല. എന്തോ നടക്കൂലാടോ ഇപ്പൊ. ഞാൻ പറഞ്ഞിട്ടില്ലയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിർബന്ധം പിടിക്കരുതെന്ന്? പിന്നെ എന്തിനെ കെട്ടിക്കൂടുന്നേ? അത് അതെനക്കറിയില്ലേ? എനിക്കറിയാത്തോണ്ടല്ലേ ചോദിച്ചേ. ഷോ, കഷ്ടായിപ്പോയി. എനിക്കറിയായിരുന്നു ഇതേ മറുപടി തന്നെ തരുള്ളൂ. ഞാൻ നാട്ടിലെത്തിയിട്ട് അത് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്ന പോലെ. ഇപ്പൊ പറഞ്ഞ എനക്കൊന്നും തിരിവില്ലേ. നാട്ടിലെത്തിയാ തിരിയോ? പിന്നെ അത് നന്നായിട്ട് തിരിയും എനക്ക്. ഇല്ലേ? പിന്നെ അല്ല, കാണാൻ എന്താ ഒരു ഇത്. എന്റെ കെട്ടിയവനൊക്കെ കാണുന്നൊരു പൂതി. എന്നാലും അതിലെന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലേ? ഉണ്ടല്ലേ? കള്ളത്തരെന്തോ ഉണ്ടപ്പോ പറഞ്ഞ മോളെ. ഇപ്പൊ തന്നെ പറഞ്ഞു. കള്ളത്തരൊന്നുമല്ല. പിന്നെ ഒന്നുമില്ല. ഉണ്ടാവും മോളെ. നല്ല മഴയല്ല പോയി. അതിനിപ്പോ എന്നെ കണ്ടിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? കുട പിടിക്കാനാ? പിന്നെ ഞാൻ കുട പിടിച്ചിട്ട് ഈ നടക്കൂട്ടോ. കൊറേ കാലം എന്റെ കുടയുടെ കീഴിലല്ലേ നടന്നത്. ഇനി ഒറ്റയ്ക്കൊക്കെ നടക്കുക കുറച്ച് നാള്. മഴക്കല്ലേ, ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടേ ഓ, അത്രയും വരെ ചിന്തിച്ച? നടക്കാൻ ചോദിച്ചു. അവിടെ വരെയൊക്കെ ചിന്തിച്ച നീ? എന്നിട്ട് ബൈക്കിൽ പോണതും എനിക്ക് എത്ര ആഗ്രഹമെന്നറിയോ? എല്ലാതും ഉണ്ടാവും മനസ്സില്. എന്റെ മനസ്സിൽ എന്തെല്ലാം ആഗ്രഹമുണ്ട് അങ്ങനെ. എന്നിട്ട് ഞാൻ വല്ലതും പറയുന്നുണ്ടോ? എന്താ? നിങ്ങളൊന്നും പറയാറില്ല. അതേ കണക്ക് നിനക്കും അങ്ങനെ പറയാണ്ടിരുന്നൂടി. അങ്ങനെ ഞാൻ പറയാണ്ടിരിക്കൂല പോയി. ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. എന്നാലും വരണമെന്നില്ല അല്ലേ? അല്ല, ഞാൻ വന്നിട്ട് ഇതൊക്കെ പറഞ്ഞല്ലേ. ആ സമയത്ത് അതൊക്കെ നടക്കുമായിരിക്കാം. പക്ഷെ ഇങ്ങനെ ഇപ്പൊ പറയുമ്പോ നടക്കോ? അപ്പൊ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? എനക്ക് പൂതി കയറുവോ അങ്ങനെ? നിങ്ങക്ക് പൂതിയാവൂലേ എന്നെ കാണണമെന്ന്? എന്നെപ്പോലെ എനിക്ക് പൂതി കയറുന്ന എനക്ക് തോന്നണ്ട. ഇത്രയും കാലമായിട്ട് എനക്ക് എന്നെ മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായിക്കണം. എന്നോട് ഒരു ഇഷ്ടവുമില്ല. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ പോലെ ചിന്തിക്കാൻ പറ്റുമോടോ? നമുക്ക് നമ്മുടേതായ രീതിയിൽ ചിന്തിച്ചാലല്ലേ കാര്യം ശരിയാവുള്ളൂ. അത് ശരിയാ. പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് സഹിക്കണം, വേണ്ടേ? കുറച്ചൊക്കെ സഹിക്കാം. അപ്പൊ ഇത് അധികമായെന്നാ? അയ്യോ, അത് സാരമില്ല, സഹിച്ചാളാ. വല്ലാണ്ടേ ചിരിച്ചു മയക്കണ്ടട്ടാ കെട്ടിയോനെ. ഓ, അതിലെന്തോ ഒരു ഉള്ളിലെന്തോ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നല്ല കട്ടിക്ക്. ആയിക്കോട്ടെ.
എന്താടോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞേ? പിന്നെ ഒന്നുമില്ലല്ലോ, ഉം. വേറെ ആഗ്രഹമൊന്നുമില്ലല്ലോ. വേറെ ആഗ്രഹമൊന്നുമില്ല. ആ എങ്കിൽ പിന്നെ ആയിക്കോട്ടെ. ആ നിങ്ങൾ വരുമ്പോ ആഗ്രഹങ്ങളൊക്കെ പറയാട്ടോ, ഇപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. ഒരു കാര്യമില്ല. ആ പിന്നെ വന്നിട്ട് പറയാം. ആ അതാ നല്ലത്.